ഈ തെരഞ്ഞെടുപ്പിൽ ലീഗിന് മൂന്നാം സീറ്റ് ലഭിക്കുമോ എന്നാണ് ഏവരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത്. എന്തായാലും ലീഗിന് ഇക്കാര്യത്തിൽ ശുഭപ്രതീക്ഷയാണുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുസ്ലിം ലീഗ് പൂർണ്ണ സജ്ജമാണെന്ന് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള പറഞ്ഞു. മൂന്നാം സീറ്റ് ലീഗിന് അർഹിച്ചതാണെന്നും പാറക്കൽ അബ്ദുള്ള ഖത്തറിൽ മീഡിയ വണ്ണിനോട് പറഞ്ഞു. മുൻ MLA-യും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയുമായ പാറക്കൽ അബ്ദുള്ളയാണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്. സ്വാഗതം, മീഡിയ വണ്ണിലേക്ക് സ്വാഗതം. വളരെ സന്തോഷം, നിങ്ങളെ കാണാൻ സാധിച്ചതിൽ ഏറെ സന്തോഷം. ശരിക്കും നാട്ടിൽ ഇങ്ങനെ നിങ്ങളുടെ സാന്നിധ്യം കൂടുതൽ ആവശ്യമായി വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഖത്തറിലാകുമോ കൂടുതൽ സമയം ഉണ്ടാകുമോ നാട്ടിലായിരിക്കും? ഇല്ല, ഞാൻ ഖത്തറിലല്ല. ഞാൻ ഒരുപാട് കാലം ഇവിടെ പൊതുപ്രവർത്തനം, എൻ്റെ ബിസിനസ്സൊക്കെ ആയി നടന്ന ഒരാളാണ്. പക്ഷേ അപ്പോഴും ഞാൻ നാട്ടിൽ പൊതുപ്രവർത്തനമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായി ഞാൻ നാട്ടിൽ തന്നെയാണ്. വന്നു പോവും മിക്കവാറും ദിവസങ്ങളിൽ, മിക്കവാറും മാസങ്ങളിൽ അത്യാവശ്യം 1-2 ദിവസമൊക്കെ വന്നു പോകും. ഇവിടെ ഖത്തർ ഒഴിവാക്കിയുള്ളൊരു ജീവിതം ഇല്ല. പക്ഷേ പൊതുപ്രവർത്തനവും ഇതൊക്കെ നാട്ടിൽ തന്നെ വളരെ സജീവമായിട്ടുണ്ട്. രണ്ടിടത്തും ഒരുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. അതെ, ഇവിടെ നമ്മളെ ഒരു നാടാണ്. വീട് വിട്ടാൽ മറ്റൊരു വീട് എന്ന് പറഞ്ഞ പോലെ ഖത്തറാണ് നമ്മുടെ എല്ലാം. നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനിരിക്കുകയാണ്. എവിടെ വരെ എത്തി? സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോൾ പാർട്ടിയുടെ ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ എവിടെ വരെ എത്തി? ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് വളരെ വളരെ സജീവമാണ്. അതെപ്പോഴാണോ നാളെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിന് സജീവമായി തന്നെ മുസ്ലിം ലീഗ് വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ മുന്നൊരുക്കമൊക്കെ നടത്തി നിൽക്കുകയാണ്. ഏത് സമയവും ഞങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങാൻ വളരെ സജീവമായി നിൽക്കുകയാണ്. അതുമാത്രം സ്ഥാനാർത്ഥികളുടെ ഒരു പ്രഖ്യാപനത്തിനപ്പുറത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വളരെ സജീവമായി നിൽക്കുകയാണ്. അത് UDF-ഉം വളരെ ഞങ്ങൾ നേരത്തെ മനസ്സിലാക്കുന്നു. തെരഞ്ഞെടുപ്പ് എത്രയും വേഗം വരും എന്ന് പുതിയ സാഹചര്യം നമ്മളെയൊക്കെ എല്ലാവരെയും അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാവരും സജീവമായി നിൽക്കുക. കഴിഞ്ഞ തവണ റെക്കോർഡ് നേട്ടമായിരുന്നു. അന്ന് 19 ഉണ്ടായിരുന്നു. അതിലൊരാൾ ഇപ്പോൾ മറുപക്ഷത്ത് പോയതുകൊണ്ട് ഇപ്പോൾ 18 ഉണ്ട്. എങ്ങനെയാണ്? അതിനോട് അടുക്കുമോ അതോ എന്തായിരിക്കും ഒരു ഫലം? എങ്ങനെ പ്രവചിക്കുമോ? ഫലം നമ്മൾ കഴിഞ്ഞതിലും മെച്ചപ്പെട്ടതായിരിക്കും. എന്ന് പറഞ്ഞാൽ 19 കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത്. എന്നാൽ ഈ പ്രാവശ്യം 20 കിട്ടും. സെഞ്ചുറി ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട ഉണ്ടാവും. പക്ഷെ ചിലരൊക്കെ പറയുന്നുണ്ട് പൊന്നാനിയിൽ ലീഗിന് പേടിയുണ്ട്. അയ്യോ, അതൊക്കെ അത് നേരത്തെയും പൊന്നാനി വലിയ വിവാദമാക്കി ചില സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചു. പിന്നെ അകത്തും പുറത്തും ഒക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ വൻ വിജയം അന്നു നേടാൻ സാധിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ സീറ്റ് കോട്ടകൾക്കൊന്നും തന്നെ ഒരു ഇളക്കവും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല വളരെ സുഭദ്രമാണ്. 3-4 സീറ്റ് മുസ്ലിം ലീഗ് ചോദിക്കുക എന്നുള്ളത് അതൊരു അനാവശ്യമായൊരു അവകാശവാദം. അത് നാട്ടിലെ എല്ലാ ആളുകൾക്കും അറിയാവുന്ന മുസ്ലിം ലീഗിൻ്റെ ആൾബലവും രാഷ്ട്രീയ പിൻബലവും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പാർട്ടി അതിൽ തീരുമാനം എടുക്കും. അതൊക്കെ മുന്നണിയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. അതിലേക്ക് കൂടുതൽ ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്തായിരുന്നാലും മുസ്ലിം ലീഗ് 2-ൽ കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. ദോഹയിൽ നിന്നും അഷ്റഫ് ഓമശ്ശേരിക്കൊപ്പം ഫൈസൽ ഹംസ, മീഡിയ 1.